നമസ്കാരം. വയനാട് ദുരന്തം കഴിഞ്ഞു. അതിനുശേഷം കേന്ദ്ര സർക്കാരിനെ പഴിചാരി ധനമന്ത്രിയും മുഖ്യമന്ത്രിയും കേരളത്തിലെ സകല മന്ത്രിമാരും രംഗത്തെത്ത ഒരു കാഴ്ചയാണ് ഈ അടുത്തൊക്കെ തന്നെ നമ്മളേവരും കണ്ടത്. പക്ഷേ ഇന്ന് ഞെട്ടിക്കുന്ന ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ തന്നെ ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലായി ഇത്തവണ പിരിച്ചത് ഏകദേശം 650 കോടിയിലേറെ രൂപ. അതിൽ ചില്ലിക്കാശ് പോലും വയനാട് ദുരന്ത ബാധിതർക്ക് വേണ്ടി ചിലവാക്കിയിട്ടില്ല എന്നാണ് സർക്കാർ സംവിധാനങ്ങൾ അവതരിപ്പിക്കുന്ന വെബ്സൈറ്റിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. സാർ നമസ്കാരം. ഇപ്പോ ഇങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്തു വന്ന സാഹചര്യത്തിൽ 1 രൂപ പോലും സംസ്ഥാന സർക്കാരിന് ചിലവഴിക്കാൻ പറ്റുന്ന മറ്റ് അധികാരങ്ങളോ നിയന്ത്രണങ്ങളോ ഇല്ലാത്ത പൈസ പോലും ചിലവാക്കാതെ ഒരു ദേശീയ ദുരന്തമായി വയനാടിനെ പ്രഖ്യാപിക്കണമെന്ന് മുറവിളി കൂട്ടുന്നതിന്റെ കാരണം എന്തായിരിക്കും? ഇതൊരു രസകരമായ ചോദ്യമാണ്. നമ്മൾ മലയാളി മണ്ടന്മാരാക്കുന്ന ചില പ്രയോഗങ്ങൾ ഇവിടെ കിടപ്പുണ്ട്. ദേശീയ ദുരന്തം പ്രഖ്യാപിക്കുന്ന ഒരു പ്രൊവിഷൻ ഇല്ല. അപ്പൊ ശരിക്കും ഒരു ദേശീയ ദുരന്തം എന്ന് പറയുന്ന ഒന്നുണ്ടോ? അങ്ങനെ ഇല്ല. അപ്പൊ ചോദിക്കും പ്രഖ്യാപിച്ചൂടെ? അപ്പൊ ഇല്ലാത്തൊരു കാര്യം പ്രഖ്യാപിച്ചൂടെ എന്നൊരു ചോദ്യം വരാം. ഇത്രയും വലിയ ദുരന്തം ഉണ്ടായിട്ട് എന്തുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് വിചാരിച്ചാൽ ഒരു നടപടിക്രമത്തിലൂടെ ചെയ്യാൻ പറ്റുള്ളൂ. അത് എളുപ്പമുള്ള നടപടിക്രമമല്ല, അതിന്റെ പ്രോസസ് തുടങ്ങണം. 2005 ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് അനുസരിച്ച് ദേശീയ ദുരന്തം എന്നൊരു പ്രൊവിഷൻ ഏതിലില്ല? ആക്ടിലില്ല. 2009 ഒരു പോളിസി ഉണ്ടായിട്ടുണ്ട്, നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പോളിസി. ആ പോളിസിയിലും ഇല്ല. പിന്നെ പറയുന്ന ഒരു ലെവൽ 1, ലെവൽ 2, ലെവൽ 3 എന്ന് പറഞ്ഞാൽ 3 ക്ലാസ് പറയും. ലെവൽ 1 എന്ന് പറഞ്ഞാൽ ജില്ലകൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഡിസാസ്റ്ററുകൾ. 2 എന്ന് പറയുന്ന ലെവൽ 2 എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിന് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന. ലെവൽ 3 സ്റ്റേറ്റിനും പറ്റാതെ വരുമ്പോൾ കേന്ദ്രം കൂടി ഇടപെട്ട് കൈകാര്യം. ഈ 3 അവിടെയും അസിസ്റ്റൻസ് പറയുന്നില്ല. ഫിനാൻഷ്യൽ അസിസ്റ്റൻസിനെ കുറിച്ച് അവിടെ ഒന്നും പറയുന്നില്ല. ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് എങ്ങനെയാണ് കിട്ടുന്നത്? SDRF എന്നുള്ള ഫണ്ട് വരും, എല്ലാ സ്റ്റേറ്റിനും കിട്ടും. പിന്നെ NDRFിലെ ഫണ്ട് അഡീഷണൽ കിട്ടണമെങ്കിൽ ഡിസാസ്റ്റർ നടന്നതിന് ശേഷം ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി, ആ സ്റ്റേറ്റ് ഗവൺമെന്റ് റിപ്പോർട്ട് ഉണ്ടാക്കണം. ആ റിപ്പോർട്ട് സെൻട്രൽ ഗവൺമെന്റ് പരിശോധിച്ച് അവരും ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി ഫൈനലൈസ് ചെയ്യുന്ന റിപ്പോർട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ വിവിധ കമ്മിറ്റികൾ, ഞാൻ കമ്മിറ്റിയുടെ ഫോം ഇപ്പോൾ പറയുന്നില്ല, വിവിധ കമ്മിറ്റികളിൽ വന്നതിന് ശേഷമാണ് ക്യാബിനറ്റ് അഡീഷണൽ അസിസ്റ്റൻസ് കൊടുക്കുന്നത്. അതിന്റെ പേര് തന്നെ അധിക ധനസഹായം എന്നാണ്. 2 വാക്ക് കേരളത്തിലില്ല. കേരളത്തിൽ കിടന്ന് കറങ്ങുന്ന 2 വാക്കുണ്ട്. ഒന്ന് ദേശീയ ദുരന്തം പ്രഖ്യാപിക്കുക, വയനാടിന് സ്പെഷ്യൽ പാക്കേജ് വേണം. അങ്ങനെ പാക്കേജ് ഒന്നുമില്ല. അങ്ങനെ കൊടുക്കാൻ ഒരു സ്റ്റേറ്റിന് കൊടുക്കാൻ പറ്റത്തില്ല. ആകെപ്പാടെ കൊടുക്കാൻ പറ്റുന്ന എന്താണ്? അഡീഷണൽ അസിസ്റ്റൻസ്, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്, അധിക സാമ്പത്തിക സഹായം. അധിക സാമ്പത്തിക സഹായം എന്ന് പറഞ്ഞാൽ എന്താ? ഒരിക്കൽ കൊടുത്ത പൈസ തികയാതെ വരുമ്പോൾ കുറച്ചുകൂടി പൈസ കൊടുക്കാം. പക്ഷെ കുറച്ചുകൂടി പൈസ കൊടുക്കണമെങ്കിൽ എന്ത് വേണ്ടി വരും? ഒരു റിപ്പോർട്ട് വേണ്ടി വരുമല്ലോ. അത് പൊട്ടനും അറിയാമല്ലോ. റിപ്പോർട്ട് ഇല്ലാതെ ആരും അധികം പൈസ കൊടുക്കത്തില്ലല്ലോ. ആ കൊണ്ട് പറഞ്ഞാൽ കൊടുക്കത്തില്ല. ആ റിപ്പോർട്ട് ഉണ്ടാവുകയും അത് കൊടുക്കുക. അപ്പോൾ ഒരു പ്രശ്നമുണ്ട്. അധിക പൈസ തരണമെങ്കിൽ നേരത്തെ തന്ന പൈസ നിങ്ങൾ ചെലവഴിച്ചിട്ടുണ്ടോ? ചെലവഴിച്ചെങ്കിൽ അതിന്റെ യൂസ് എവിടെ, അതിന്റെ റിപ്പോർട്ട് എവിടെ എന്നൊക്കെ ചോദിക്കും. അതിലൊക്കെയാണ് കുരുങ്ങി കിടക്കുന്നത് നമ്മളിപ്പോൾ. അല്ലാതെ കുരുങ്ങി കിടക്കുകയാണ്. പിന്നെ ഇത് SDRFിന്റെ പൈസയാണ് ഞാൻ പറയുന്നത്. സ്റ്റേറ്റ് ഡിസാസ്റ്റർ റിലീഫ് ഫണ്ടിന്റെ ആണ് ഈ പറയുന്ന കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന പൈസ. അല്ലാതെയാണ് CMDRF, എന്താണ് മറ്റേ ചീഫ് മിനിസ്റ്റേഴ്സ് ഡിസാസ്റ്റർ റിലീഫ് ഫണ്ട് എന്ന് പറഞ്ഞാൽ അത് വേറെ പൈസയാണ്. അതിലൊരു 10-12,000 കോടി രൂപ കിടപ്പുണ്ട്. അതിനകത്താണ് 658 കോടി രൂപയുടെ ദുരിതാശ്വാസത്തിന് മാത്രമായി, വയനാട് ദുരിതാശ്വാസത്തിന് മാത്രമേ ജനങ്ങൾ കൊടുത്ത പൈസയാണ്. അതിന്റെയാണ് വെബ്സൈറ്റ് കിടക്കുന്നത്. എത്രയാണെന്ന് ഒരു 0 എന്ന് കിടക്കുന്നത്. ആദ്യം ചിലവാക്കിയിട്ടില്ല. ഇതിന്റെയൊക്കെ പ്രശ്നം എന്താണെന്നറിയാവോ? ഞാൻ ആദ്യം മുതലേ എല്ലാ ചാനലുകളിലും ഞാൻ വരുന്ന ഇടത്തൊക്കെ പറയുന്നതാണ്, ഒരു മാസ്റ്റർ പ്ലാൻ ഇല്ല, ഇപ്പോഴും ഇല്ല. ടൗൺഷിപ്പ് ഒക്കെ ഉണ്ടാക്കും എന്നൊക്കെ പറയുന്നതല്ല, അത് കൃത്യമായ മാസ്റ്റർ പ്ലാൻ ഇല്ല. കണക്കൂട്ടി എടുത്തിട്ടുണ്ട് കുറെ കാര്യങ്ങൾ. ആ കണക്കൂട്ടി എടുത്തിരിക്കുന്ന എല്ലാം തെറ്റാണ്. കോടതി കൊടുത്തിരിക്കുന്ന ഡോക്യുമെന്റ് തെറ്റാണ്, കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന തെറ്റാണ്, ഒരുപാട് എറർ ഉള്ളതാണത്. അതല്ല, അതൊരു മാസ്റ്റർ പ്ലാൻ ഇല്ല. മാസ്റ്റർ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഒരു വിഷൻ ഡോക്യുമെന്റ് ഉണ്ടാക്കണ്ടേ? എക്സ്പെർട്ടുകളെയൊക്കെ കൂടെ വെച്ചുകൊണ്ട് ഒരു ഡോക്യുമെന്റ് ഉണ്ടാക്കണ്ടേ? പബ്ലിക്കിനെയും ചേർക്കണം, ജനങ്ങളുടെ അഭിപ്രായം കൊടുത്ത് നല്ല ഡോക്യുമെന്റ്. 3 മാസമായില്ലേ, നല്ല ഡോക്യുമെന്റ് ഉണ്ടാക്കണ്ടേ? ആ ഡോക്യുമെന്റ് ഉണ്ടാക്കി അതിനകത്ത് ഇത്ര രൂപ ആവശ്യമുണ്ട്, സെൻട്രൽ ഗവൺമെന്റ് ഇത്ര രൂപ തരണം, ഞങ്ങളെ കയ്യിൽ ഇത്ര രൂപയാണ് ഉള്ളത്, ഇനി അഡീഷണൽ നിങ്ങൾ ഇത്ര രൂപ തരണം, CMDRF നിന്ന് ഞങ്ങൾ ഇത്ര രൂപ എടുക്കും, പിന്നെ പബ്ലിക്കിൽ നിന്ന് ഒരുപാട് സ്പോൺസർഷിപ്പ് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു പാക്കേജ് പോലുള്ള ഒരു സാധനം നമ്മൾ തയ്യാറാക്കിയിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് പുറത്തു വിടട്ടെ ഗവൺമെന്റ് പറയണം, ഞങ്ങൾ അതും ഇതൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. ആ റിപ്പോർട്ട് പുറത്തു വിടുക, അത്രേ ഉള്ളൂ. പത്രത്തിലൂടെ പരസ്യം ചെയ്യുക, ഞങ്ങൾ ഇന്ന റിപ്പോർട്ടുകൾ തയ്യാറാക്കിയിട്ടുണ്ടെന്ന്. ഇതിലിപ്പോ നമ്മൾ പറയുന്നത് കോവിഡ് സമയത്തും പ്രളയ സമയത്തും ഒക്കെ 1000 കോടിക്കടുത്ത് ഇത്തരത്തിൽ പിരിച്ചെടുത്തതാണ്, ജനങ്ങളുടെ കാശാണ്. അതിൽ നിന്നും പല രീതിയിലേക്ക് പല വകയ്ക്കായി ചെലവാക്കിയതായി പറയുന്നുണ്ട്. മിച്ചം പണം ഇത്ര രൂപ, 1000 കോടി രൂപ മിച്ചം ഇരിക്കുന്നു എന്നും സർക്കാർ സംവിധാനം തന്നെ വ്യക്തമാക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും സഹായം കിട്ടുന്നില്ലെന്ന് പറയുമ്പോൾ തങ്ങളുടെ പോക്കറ്റിലുള്ള കാശ് എടുത്ത് ചിലവഴിക്കാൻ എന്താണ് ഇത്ര പാടെന്നാണ് ജനങ്ങൾ പോലും ചോദിക്കുന്നത്. തീർച്ചയായിട്ടും അത് ഇവിടെ കിടക്കുന്ന SDRFിലെ ഫണ്ടിലും 12 കോടി, ഒരു 15 കോടിക്കകത്ത് രൂപ അവിടെ കൊടുത്തു കഴിഞ്ഞു. ആൾറെഡി 300 രൂപ വെച്ച് ദിവസം കൊടുക്കുന്നു, 6000 രൂപ വെച്ച് അവർക്ക് വാടക കൊടുക്കുന്നു. അങ്ങനെ കുറച്ച് പൈസ കൊടുത്തു കഴിഞ്ഞു. പക്ഷെ എന്നാലും ബാക്കി പണം എവിടെ ഉണ്ട്? SDRFിൽ കുറെ പണമുണ്ട്.
CMDRF-ലും ഫണ്ടുണ്ട്. ഇത് രണ്ടും പോരാ, തീർച്ചയായിട്ടും പോരാന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ ഇത് എന്താണ് സമ്പൂർണ്ണമാണ്, സ്റ്റേറ്റിന് പൈസ വേണ്ടെന്നുള്ള അഭിപ്രായക്കാരനല്ല. പക്ഷെ ഇതിനപ്പുറമുള്ള പൈസയ്ക്ക് അതിന്റെ നടപടിക്രമം ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞു. അത് പാലിക്കണം. അത് പാലിച്ച് തീർച്ചയായിട്ടും കേന്ദ്രത്തിൽ നിന്ന് പൈസ മേടിക്കണം. അങ്ങനെ നമ്മൾ ഒരു റിപ്പോർട്ടൊക്കെ കൊടുത്ത് അവരും റിപ്പോർട്ടൊക്കെ വെച്ചതിന് ശേഷം പണം തന്നില്ലെങ്കിൽ തീർച്ചയായും പൊളിറ്റിക്കലായിട്ട് നമ്മൾ മൂവ് ചെയ്യണം. പ്രതിഷേധം കൊണ്ടുപോകണം. ഇത് നമ്മൾ ഇതൊന്നും ചെയ്യാതെയാണ് എങ്ങോട്ട് പോകുന്നത്? ഒരു വെല്ലുവിളി ലൈനിൽ പ്രതിഷേധത്തിലേക്ക് പോകുന്നത്. അതുകൊണ്ട് പ്രയോജനമില്ല. ഹർത്താൽ നടത്തിക്കൊണ്ട് പൈസ കിട്ടും കേന്ദ്രത്തിൽ നിന്ന്? അങ്ങനെ കിട്ടത്തില്ല. രാഷ്ട്രീയ സമ്മർദ്ദം കൊണ്ട് പൈസ കിട്ടും. രാഷ്ട്രീയ സമ്മർദ്ദം അല്ല വേണ്ടത്, പൊളിറ്റിക്കൽ ഡയലോഗാണ് വേണ്ടത്. പൊളിറ്റിക്കൽ ഡയലോഗ് എന്ന് പറഞ്ഞാൽ BJP CPM കൈപ്പാണ്, അതല്ല ഡയലോഗ്. CM PM ലെവലിൽ ഡയലോഗ് നടക്കണം. റവന്യൂ സെക്രട്ടറി അവിടുത്തെ മിനിസ്റ്റർ ലെവലിൽ ഡയലോഗ് നടക്കണം. ഇവിടുത്തെ ഉദ്യോഗസ്ഥർ അവിടുത്തെ ഉദ്യോഗസ്ഥർ ലെവലിൽ ഡയലോഗ് നടക്കണം. ഇവിടുത്തെ ചീഫ് സെക്രട്ടറി, ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ഡൽഹിയിൽ ഇരുന്ന ആളാണല്ലോ, ഡൽഹിയിലും ഡെപ്യൂട്ടേഷനിൽ ഇരുന്നല്ലോ. അപ്പൊ നല്ല കോൺടാക്റ്റുകൾ കുറെ കാണുമല്ലോ. അവരും അടുപ്പ് സ്റ്റേ ചെയ്ത് അവിടെ ചില ലൈസൻസിങ് നടത്തണം. മെമ്പർ സെക്രട്ടറി എന്ന് പറയുന്നത് സീനിയർ പോസ്റ്റാണ്. നിർഭാഗ്യവശാൽ അതൊരു ജൂനിയർ ആളാണ് ഇവിടെ ഇരിക്കുന്നത്. അതിന്റെ പ്രശ്നങ്ങളുണ്ട്. കാരണം അതൊരു IAS കാരനൊക്കെ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി നമുക്ക് ഒരുപാട് ലൈസൻസ് ചെയ്യാൻ വരുന്നത്. അധികം ഞാനിപ്പോ 2 ഏജൻസിയാണല്ലോ, ഒന്ന് സെൻട്രൽ ഗവൺമെന്റ്, ഒന്ന് സ്റ്റേറ്റ് ഗവൺമെന്റ്. സ്റ്റേറ്റ് ഗവൺമെന്റിന് സെൻട്രൽ ഗവൺമെന്റ് അധികം കൊടുക്കണമെങ്കിൽ ഒരു ലൈസൻസിങ് പ്രധാനമാണെന്നേ. ഇത് തിരിച്ച് സ്റ്റേറ്റ് ഗവൺമെന്റും പഞ്ചായത്തും ഒന്ന് തിരിച്ചെടുക്കുക. ഒരു പഞ്ചായത്ത് തുറന്നോടെ, പഞ്ചായത്തിന് പൈസ വേണമെങ്കിൽ ഒരു ലൈസൻസിങ് ഉണ്ടെങ്കിലേ പൈസ കൊടുക്കത്തുള്ളൂ. പിന്നെ ലൈസൻസിങ് ഇല്ലാന്ന് മാത്രമല്ല, ഫിനാൻസ് വിഭാഗം നോക്കുമ്പോൾ കുറേ കാര്യങ്ങൾ പ്രൊസീജിയർ ലാബ്സ് കിടക്കുന്നു. ഇന്നലെ ചീഫ് സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്, ഏത് പത്രത്തിനാണ്, കേരള മന്ത്രി ഏതോ പത്രത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ തിരുത്തി കൊടുക്കുമെന്ന്, തെറ്റ് പറ്റിയത് തിരുത്തി കൊടുക്കുമെന്ന് എന്ന് പറഞ്ഞാൽ നേരത്തെ തെറ്റായി പോയി സമ്മതിച്ചല്ലോ. അപ്പൊ അതെന്ത് ന്യായമാണ്? അപ്പൊ അതല്ല വേണ്ടത്. നമ്മൾ കറക്റ്റായ കാര്യം, അത് എളുപ്പമല്ല, അത് വേറെ പണിയാണ്. നമ്മൾ പറയുമ്പോൾ സംസാരിക്കുന്ന ലാഘവത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാര്യം കോടിക്കണക്കിന് രൂപ കേന്ദ്രത്തിൽ നിന്ന് വരുന്നു, അത് പല വഴിക്ക് ചെലവാക്കുന്നു. അതിന്റെ റിപ്പോർട്ടുകൾ സമയത്ത് കളക്ട് ചെയ്യണം. താഴേക്ക് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവർ പലരും കൊടുക്കൂല. റിപ്പോർട്ട് കൊടുക്കാതിരുന്നത് കൺസോൾട്ടേറ്റ് ചെയ്യാക്കൂല. കൺസോൾട്ടേറ്റ് ചെയ്ത് വെറുതെ കൺസോൾട്ടേറ്റ് ചെയ്ത് കൊടുത്താലും ഒരു പൈസ തരത്തില്ല. ഓഡിറ്റ് ചെയ്യണം. ഓഡിറ്റ് ചെയ്ത് ബാലൻസ് കാണിച്ച് സ്പെൻഡ് ചെയ്ത മണി, അൺസ്പെൻഡ് ബാലൻസ്, അത് എന്ത് പ്രൊവിഷൻ, ഏത് ഹെഡിലാണെന്നൊക്കെ പറഞ്ഞ് വളരെ കൃത്യം കാര്യങ്ങൾ കൊടുത്താലേ എന്ത് തരുള്ളൂ, അവരവിടെ നിന്ന് ഫണ്ട് അലോട്ട് ചെയ്യുള്ളൂ. പിന്നെ ചില കമ്പോണന്റ് അവർ നിർബന്ധം ചെയ്യണമെന്ന് പറയും. ഉദാഹരണം ഞാൻ പറയാം, ഇത്ര പരിശീലനം നടത്തിയിരിക്കണം, ഇത്ര ക്യാമ്പ് നടത്തി, അങ്ങനെ ചില കാര്യങ്ങൾ നിർബന്ധം പറയും. ഇതൊന്നും ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യൂല, ചെയ്ത് കാണില്ല, സാറ്റിസ്ഫൈ ചെയ്ത് കാണൂല. അതുകൊണ്ടാണ് ഈ പൈസയ്ക്ക് ബുദ്ധിമുട്ട് വരുന്നത്. ഇപ്പൊ നമുക്ക് പല ദുരന്തങ്ങളിലായി, അതായത് 2018 മുതൽ ഇതുവരെ ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് ആകെ 6750 കോടി രൂപയാണ് കിട്ടിയിട്ടുള്ളത്. അതിൽ പല വർഷങ്ങളിലായി പ്രധാനമായിട്ട് പറയുന്നത് കോവിഡും അതുപോലെ തന്നെ പ്രളയവും. കോവിഡ് കാലത്ത് 1111 കോടി രൂപയും പ്രളയത്തിന് വേണ്ടി 4738 കോടി രൂപയാണ് ചെലവഴിച്ചിട്ടുള്ളത്. ആകെ മൊത്തം 5849 കോടി രൂപ. എന്നിട്ടും 908 കോടി രൂപ ദുരിതാശ്വാസ നിധിയിൽ ബാക്കിയുണ്ട്. ഇത് കൂടാതെ ഇത്തവണ പിരിച്ചെടുത്ത തുകയും ബാക്കിയുണ്ട്. വേറെ പണം നമ്മുടെ കൈവശം ഉണ്ടെന്ന്. എങ്ങനെയായിരുന്നാലും ഒരു 1500 കോടി രൂപയ്ക്ക് മുകളിലാണ് സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ മാത്രമായിരിക്കുന്നത്. അല്ല, ഇതിനകത്ത് വേറെ ഞാൻ ഒരു സാധനം വായിക്കാം. എനിക്കൊരു വാട്സപ്പ് വന്നതാണ്, എനിക്കൊരു ഫ്രണ്ട് അയച്ചതാണ്. അപ്പൊ അതിനകത്ത് പറയാം, അത് കറക്റ്റ് ആയിരിക്കാം, കാര്യം വിവരാവകാശം വഴി എടുത്തിട്ടുള്ളതാണ് ആ വിവരം. അതിനകത്ത് പറയുന്ന ഒരു കണക്കുണ്ട്. അതിനകത്ത് പറയുന്ന ഒരു ജസ്റ്റ് ഒരു സെക്കൻഡ് കേട്ടോ. അതാ 12 ഞാൻ അങ്ങനെ വായിക്കാം. 21/10/2024 ധനകാര്യ ഫണ്ട്സ് വിഭാഗത്തിൽ നിന്ന് കൊടുത്തിട്ടുള്ള ഒരു കണക്കാണ്. ആൾക്കാർ കൊടുത്തിരിക്കുന്നത് മണ്ണടി പുഷ്പാകരൻ, മുൻ കടമ്പനാട് ഗ്രാമപഞ്ചായത്ത് മെമ്പർ, അങ്ങനെ മണ്ണടി. അദ്ദേഹത്തിന് വിവരാവകാശം 2005 പ്രകാരം കൊടുത്തിരിക്കുന്നതിൽ കണക്ക് പറഞ്ഞിരിക്കുന്നത് ബന്ധപ്പെട്ട് 30/7/24 മുതൽ 11/10/2020 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വളരെ റീസെന്റ് വരെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധികൾ 542 കോടി 89 ലക്ഷത്തിൽ സംതിങ് വന്നിരിക്കുന്നു. ഇപ്പൊ നമ്മൾ അത് കഴിഞ്ഞ് കുറെ ദിവസം കൂടെ ആയി. അപ്പൊ ആണ് ഈ 658 കോടിയുടെ ഇപ്പൊ ലേറ്റസ്റ്റ് കണക്ക് വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് 1,17,000 അല്ല പിന്നെ 17 കോടി 45 ലക്ഷത്തി 22,738 രൂപ CMDRF-ൽ കിടക്കുകയാണ്. ഇതും കൂടെ ചേർത്ത് ഈ 658 കോടി ചേർത്ത് 17 കോടി രൂപ കിടക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ 1500 അല്ല, 17 കോടി രൂപ കിടക്കുന്നുവെന്ന്, 17 കോടി 45 ലക്ഷം, 17 കോടി രൂപ കിടക്കുന്നതെന്ന് ആര് ഉത്തരവ് കൊടുത്തിരിക്കുന്നു? പിന്നെ വിവരാവകാശം വഴി വിവരം പുറത്തു വന്നിരിക്കുന്നു. ഇതൊക്കെ ഇങ്ങനെ വാട്സപ്പിലൊക്കെ കറങ്ങുന്നതാണ്, ഫേസ്ബുക്കിലൊക്കെ. അപ്പൊ ഇതൊന്നും കള്ളാവാൻ സാധ്യതയില്ല, സർക്കാർ മുദ്രയൊക്കെ ഉള്ള പേപ്പറല്ലേ. അപ്പൊ ഇങ്ങനെ പണം ഉണ്ട്. അപ്പൊ ഇതിൽ തന്നെ 658 കോടി രൂപ ഇതിൽ കിടക്കുന്നു. ഇപ്പൊ കിട്ടിയ ഇതിന് മാത്രമായിട്ട് കിട്ടി കിടക്കുന്നു. അതായത് ജൂലൈ 30-ന് ശേഷം ഇന്ന് വരെ കിട്ടിയത്. അപ്പൊ അതും 0 ആയി കിടക്കുന്നു. അപ്പൊ അതൊക്കെ കൂടെ വെച്ചുകൊണ്ടുള്ളൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കി. എന്തുകൊണ്ട്, ഞാൻ എന്റെ സംശയം, നമ്മൾ ആവശ്യം പോലെ പത്രപരസ്യം കൊടുക്കുന്നവരാണല്ലോ PRD വഴി.
വയനാട് പാക്കേജിന്റെ ഒരു മിഷൻ ഡോക്യുമെന്റ് എന്തുകൊണ്ടാണ് ഗവൺമെന്റ് റിലീസ് ചെയ്യാത്തത്? അങ്ങനെ റിലീസ് ചെയ്യാലോ. അതെ, ഒരു 2 പേജ് പരസ്യം, പത്രങ്ങൾ വേണമെങ്കിൽ. എനിക്ക് വന്നിട്ട് പല ഏജൻസി, ഇപ്പൊ ലുലു പോലുള്ള ഒരുപാട് ഏജൻസികളുണ്ടല്ലോ, അപ്പോൾ പത്രം ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അവരുടെ ചില പരസ്യം ചോദിച്ചാൽ അവർ ചിലപ്പോൾ കൊടുക്കും. ഇത് വയനാട് ദുരന്തമായതുകൊണ്ട് ഒരു 2 പേജ് ഉള്ള ഒരു സപ്ലിമെന്റ് മേജർ പത്രങ്ങളിൽ. എന്താണ് സപ്ലിമെന്റ്? ഇതാണ് വയനാട് ദുരന്തം, ഇതാണ് ഞങ്ങളുടെ പാക്കേജ്, ഇതാണ് സെൻട്രൽ ഗവൺമെന്റ് തരുന്നത്, CMDRF ഞങ്ങൾ ഇന്ന ചെയ്യാൻ പോകുന്നു, ഇന്നതാണ് ഞങ്ങളുടെ പാക്കേജ് പരിപാടികൾ, ഇത്ര രൂപ ഞങ്ങൾക്ക് ബാലൻസ് ഉണ്ട്, പൊതുജനങ്ങൾ പൈസ താ, അങ്ങനെ ചോദിക്കാമല്ലോ. ഇനി ഇതിന് പുറമെ ഇപ്പൊ 2 പിന്നെ എന്താണ് SDRF ഇപ്പൊ കുറെ പഴമ്പാണ് പറഞ്ഞു, CMDRF മുഖ്യമന്ത്രി ദുരിതാശ്വാസി കുറച്ച് പണം ഇപ്പൊ പറഞ്ഞു, NDRF അധികം തകർച്ച നമ്മൾ ചോദിക്കുന്നു. ഇനി ജനങ്ങൾ ഒരുപാട് പൈസ കൊടുത്തിട്ടുണ്ടെന്നേ, 7000 കോടിയാണ് ജനങ്ങൾ പിന്നെ സ്പോൺസർ ചെയ്തിട്ടുണ്ടെന്നേ. ഒരുപാട് ജനങ്ങൾ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അവിടെ ഈ ദുരന്ത സമയത്ത് പോയി വീട് വെച്ചു കൊടുക്കാം, അങ്ങനെ ഒരുപാട്. മോഹൻലാലൊക്കെ എത്ര വീടാ സ്പോൺസർ ചെയ്തതെന്ന് പറഞ്ഞത്? അവരുടെ ഏതോ സംഘടന വഴി, പുനർജനിയോ, വിശ്വശാന്തി ഫൗണ്ടേഷൻ. എത്ര ലക്ഷം വീട്, എത്ര വീടാ വെച്ചു കൊടുക്കാന്ന് പറഞ്ഞു, ലക്ഷം എത്ര വീടാ വെച്ചു കൊടുക്കാന്ന് പറഞ്ഞ്. അതുപോലെ കർണാടക മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധി പറഞ്ഞു, യുവമോർച്ച പറഞ്ഞു, ദേവഭാരതി പറഞ്ഞു, DYFI ഒക്കെ പറഞ്ഞല്ലോ, DYFI പറഞ്ഞു, യൂത്ത് കോൺഗ്രസ് പറഞ്ഞു, എല്ലാവരും പറഞ്ഞു. ഞങ്ങൾ അത് ലുലു പറഞ്ഞു, നമ്മളെ പിന്നെ യൂസഫ് അലി, അങ്ങനെ ഒരുപാട്, മമ്മൂട്ടി, ഒരുപാട് മോഹൻലാൽ, ഒരുപാട് ആളുകൾ അവിടെ കാര്യങ്ങൾ വെച്ചു കൊടുക്കാന്ന് പറഞ്ഞു. ഇതവർക്ക് പണമൊക്കെ അവിടെ അവർ തന്നില്ലേ, വെച്ചു കൊടുത്തില്ലേ? ആരാ കോർഡിനേറ്റ് ചെയ്യുന്നത്? ഏത് ഏജൻസിയാ, ഏത് ഓഫീസറാണ് ഇതൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നത്? മിനിമം അവർക്ക് കത്തെങ്കിലും കൊടുക്കണ്ടേ? നിങ്ങൾ പണം തരാമെന്ന് പ്രഖ്യാപിച്ചു, നിങ്ങളുടെ പണം എവിടെ? അല്ലെ നിങ്ങളുടെ എന്താണ് നിങ്ങൾ തരാൻ പോകുന്നത് എന്ന് ചോദിക്കണ്ടേ? ഇത് നാഥനുമില്ല നന്ദനുമില്ല, ചുമ്മാ വഴക്കുണ്ടാക്കുന്നു കേന്ദ്ര ഗവൺമെന്റുമായിട്ട്. അവർ വഴക്ക്, ഇവരും സംസ്ഥാന സർക്കാരും. മേപ്പാടി പഞ്ചായത്ത് ഭരിക്കുന്ന UDF ആണ്. മേപ്പാടി പഞ്ചായത്തുമായിട്ട് അടി, മേപ്പാടി പഞ്ചായത്തിനൊരു കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തത്തില്ല, അതിന്റെ വഴക്കും പറഞ്ഞുകൊണ്ട് അവർ നടക്കുന്നു. ഞങ്ങളെ ഉൾപ്പെടുത്തുന്നില്ലേ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അവർ മേപ്പാടി പഞ്ചായത്ത് നടക്കുന്നു. കാര്യം ചോദിക്കുമ്പോൾ അത് UDF ആണ് ഭരിക്കുന്നത്, കോൺഗ്രസ് ആണ്. അങ്ങനെ അടി, ഇവരും സ്റ്റേറ്റും സെൻട്രലുമായിട്ട് അടി. ഈ നാട്ടുകാരെന്ത് വേണമെന്ന് ഇതിനകത്ത്? ഈ ദുരന്ത സമയത്ത് രാഷ്ട്രീയം കളിക്കുന്നതാണ് ഇത് പാവപ്പെട്ട ജനങ്ങൾ എന്ത് വേണമെന്നേ? ഇനി BJP ആണ് രാഷ്ട്രീയം കളിക്കണമെങ്കിൽ അത് അവർ മതിയാക്കണം. CPM ആണ് അല്ലെങ്കിൽ ഇടതുപക്ഷം ഇവിടെ ഭരിക്കുന്നവരാണ് കളിക്കുന്നത്, അത് മതിയാക്കണം. ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ നിന്ന് എങ്ങനെ പൊളിറ്റിക്കൽ ഗെയിം ഉണ്ടാക്കാമെന്ന് UDF ആണ് ആലോചിക്കണം, അത് മതിയാക്കണം. എല്ലാവരും മതിയാക്കണം. എല്ലാവരും ജനപക്ഷത്ത് നിൽക്കണമെന്നേ. ജനങ്ങളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് വയനാട്ടിലെ ജനങ്ങൾക്ക് പരമാവധി ഏറ്റവും എളുപ്പത്തിൽ ഏറ്റവും പെട്ടെന്ന് അവർക്ക് എങ്ങനെ അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യാം, അവർക്ക് ദുരിതാശ്വാസം എത്തിക്കുക എന്നുള്ളത് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യണം. ആ ഫോക്കസ് ഒഴിച്ച് ബാക്കി എല്ലാം നടക്കുന്നുണ്ട്. അഴിമതി നന്നായി നടക്കുന്നു. പിന്നെ 4000 രൂപയ്ക്കാണ് ഒരു ദിവസം ഒരു ഉദ്യോഗസ്ഥൻ താമസിക്കുന്നത്. 1.5 ലക്ഷം രൂപയാണ് മാസം. അപ്പൊ ആയില്ലേ 1,20,000 രൂപ അപ്പൊ ബില്ലായി. മാത്രമല്ല അയാളുടെ ഫുഡ് മറ്റു യാത്ര എല്ലാം 2 ലക്ഷം രൂപയാണ് അദ്ദേഹം ബില്ല് വെച്ചിരിക്കുന്നത്. വലിയ വിവാദമായത്. അപ്പൊ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? എന്ത് ദുരന്തമാണ്? ആരാ ദുരന്തം യഥാർത്ഥത്തിൽ? മനുഷ്യരായ നമ്മളാണോ? അതോ പ്രകൃതിയാണോ ദുരന്തം? ഒരു മഴയാണോ പ്രതി? നമ്മൾ എന്താ കാട്ടിക്കൂട്ടുന്നത്? എന്ത് ലോകമാണിത്? നമ്മൾ തള്ളിമറിക്കുന്നതിന് വല്ല കുറവുണ്ടോ? ലോകമാതൃക ഒപ്പമുണ്ട്, ഞങ്ങൾ കൂടെയുണ്ട്, നിങ്ങൾ ഒന്നും അറിയണ്ട, എല്ലാം ശരിയാക്കാം. എന്തൊക്കെ ടാഗ് ലൈനുകളാണ് നമ്മൾ ലോകത്തിനോട് തള്ളിമറിക്കുന്നത്? എത്ര നാണമില്ലേ നമുക്ക് പറയാൻ? പക്ഷേ അവസാനം കുതിരോട്ടം പപ്പ് പറഞ്ഞതുപോലെ ഇപ്പൊ ശരിയാക്കി തരാം എന്ന് പറയുന്നത്, ഇപ്പൊ ശരിയാക്കാന്ന് പറയണത് പോലും ശരിയാകുന്നില്ല. അതുപോലും ഇപ്പൊ പറയുന്നില്ല. അത് പറഞ്ഞ് അതുപോലെ ഇപ്പൊ കേട്ട ആളുകൾക്ക് നിങ്ങളുടെ കാര്യം മനസ്സിലാക്കുക. പഴയ തലമുറയല്ല, പുതിയ തലമുറ എന്ന് പറയുന്ന പുതിയ യൂത്തിന്റെ തലമുറ എന്ന് പറയുന്ന ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഇന്റർനെറ്റിൽ ഫിംഗർ ടിപ്പിൽ ഓൺലൈനിലും ഓൺലൈൻ ചാനൽ വഴിയും അല്ലാതെയും ഓൺലൈൻ പത്രം വഴിയും ഒക്കെ പെട്ടെന്ന് കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പഴയ ഒരു കാലമല്ല. ആ സമയത്ത് ആരെയും പറ്റിക്കാൻ പറ്റൂല. പണ്ടൊക്കെ ആണെങ്കിൽ പറ്റിക്കാം, ഇപ്പൊ പറ്റിക്കാനൊന്നും പറ്റൂല. എല്ലാവരും എല്ലാം മനസ്സിലാക്കുന്നുണ്ട്. ഈ മനസ്സിലാകാതെ പോകുന്നത് ഗവൺമെന്റുകളാണെന്നാണ് എൻ്റെ വിശ്വാസം. അവരിപ്പോഴും പൊട്ടം കളിക്കുകയാണ്. അത് മാറ്റിയില്ലെങ്കിൽ വലിയ ദുരന്തമാണ്. നടന്നതല്ല ദുരന്തം, മുമ്പ് നടന്നതല്ല ദുരന്തം, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതാണ് യഥാർത്ഥ മനുഷ്യ ദുരന്തം. അത് മാറ്റേണ്ട സമയമായി. തീർച്ചയായിട്ടും അത് ഗൗരവമായി ചിന്തിക്കണം. ശരിയാണ്. ശരിക്കും മനുഷ്യനിർമ്മിത ദുരന്തമാണെങ്കിൽ നമ്മൾ വരുത്തി വെക്കാനായി പോകുന്നത്. അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിന് അടിയന്തരമായ, ശാശ്വതമായ, സുതാര്യമായ ഒരു പരിഹാരം ജനങ്ങളോട് സത്യം പറയുക. ഇപ്പൊ ജനങ്ങളെ പേടിക്കുന്നതാണ്. എല്ലാ മീഡിയയിലും പറയുക. പത്രസമ്മേളനം നടത്താറുണ്ടല്ലോ മുഖ്യമന്ത്രി. പ്രസ് നോട്ടം കൊടുക്കുക. വെറുതെ പത്രസമ്മേളനമല്ല, നല്ല നോട്ട് കൊടുക്കുക, അത് കാണിക്കുക, ജനങ്ങളോട് പറയുക. ജനങ്ങളോട് സംവേദിക്കാൻ എന്താ ആരാ ഭയക്കുന്നേ? CMDRF ഇത്ര രൂപ ഞങ്ങൾ ഇത്ര ആളുകൾ ഇന്ന ആളുകൾ തന്നു, ഇത്ര കോടി രൂപ കിട്ടി പറയുക. SDRF ഇത്ര കോടി രൂപ തന്നു, ഇന്ന പ്രൊഫഷണലാണ് കിടന്നത്, അതുകൊണ്ടാണ് ഞങ്ങൾ എടുത്ത് ചിലവാക്കാത്തത്. ഓക്കെ. NDRF അധികം പൈസ കിട്ടാൻ ഇന്ന പ്രോസസ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, അത് അവർ തരണം. ഇവരെ പ്രസ് റിലീസ് ഇറക്കുക. അപ്പൊ അവരും പ്രസ് റിലീസ് ഇറക്കുക.
ഞങ്ങൾ ഇനിയാണ് കാരണം ഞങ്ങൾക്ക് കിട്ടിയില്ല, ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല. ജനങ്ങൾ അറിയട്ടെ സുതാര്യം. ഇത് ആരെങ്കിലും ഒരാവകാശം കൊടുക്കുമ്പോൾ മാത്രമല്ലേ പറയുന്നുള്ളൂ പുറത്ത്. അത് എല്ലാ ജനങ്ങളോട് പറയണം. അറിയാനുള്ള അവകാശം ഉണ്ടെന്ന് പറയുന്നത് കേവലം വിവരാവകാശം വഴി മാത്രമല്ല, സേവനാവകാശം എന്ന് പറഞ്ഞാൽ സേവനം കൊടുത്തില്ലെങ്കിൽ അത് ജനങ്ങളെ പറയാനുള്ള ബാധ്യത ഇവർക്കുണ്ട്. ആർക്കായാലും, ഞാൻ എവരെന്ന് പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ ഗവൺമെന്റ് അല്ല. അപ്പോൾ വിവരാവകാശം, സേവനാവകാശം ഇതൊക്കെ ഉള്ള രാജ്യത്ത് നിന്നിട്ടാണ് നമ്മൾ എന്താണ് തത്തകവും പിത്തകവും കളിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല കൊച്ചു കുട്ടികൾ കളിക്കും പോലുള്ള കഞ്ഞിയും കറിയും വെച്ച് കളിക്കും പോലെയാണ് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളൊക്കെ പോകുന്നത്. ഇതൊരു ഫെഡറൽ സംവിധാനമാണ്, ഒരു ഭരണഘടനയുടെ കീഴിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. നിർഭാഗ്യവശാൽ അത് നമ്മൾ മറന്നു പോകുന്നു. തീർച്ചയായും ഇതിന് ശാശ്വതമായ പരിഹാരം ഉടനടി ഉണ്ടാക്കിയില്ലെങ്കിൽ അത് വലിയ തോതിൽ തന്നെയാണ് നിങ്ങൾ ആ ജനങ്ങളോട് ചെയ്യുന്ന ദുരിതം, ചതി, വഞ്ചന എന്നൊക്കെ തന്നെ അതിനെ വേറെ വാക്കുകളില്ല പറയാൻ. ഉറപ്പായി അതിനൊരു പരിഹാരം കണ്ടെത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു, പ്രത്യേകിച്ച് വളരെ എളുപ്പത്തിൽ തന്നെ. യെസ്, താങ്ക് യു.